ഹായ് ഓൾ വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ വൈകുന്നേരം ചായയുടെ കൂടെ പഴം വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു വെറൈറ്റി സ്നാക്സ് ഒന്ന് കാണിച്ചു തരട്ടെ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ? വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമ്മുടെ ചായക്കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നേന്ത്രപ്പഴമാണ് വേണ്ടത്. അത്യാവശ്യം പഴുത്തത് നോക്കിയിട്ട് എടുക്കുക. അത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കണേ, നേരിയതാക്കിയിട്ട്. അങ്ങനെ ഇതാ ഞാൻ 4 പഴമാണ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായത്. പിന്നെ നമ്മൾ എടുക്കുന്ന പാൻ്റെ വലുപ്പത്തിനനുസരിച്ച് പഴത്തിൻ്റെ അളവിൽ വ്യത്യാസം വരും കേട്ടോ. ചിലപ്പം കുറയാം അല്ലെങ്കിൽ കൂടാം. അപ്പം ഞാനിതാ 4 അതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടായ സമയത്ത് ഇതിലേക്ക് കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഒരു 3/4 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ, അത്ര മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. അതിലേക്ക് പഴം നമ്മൾ കട്ടാക്കി വെച്ചത് പാനിൽ കൊള്ളുന്നതിനനുസരിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് നമ്മൾ കായ് വാട്ടി എടുക്കുന്നില്ലേ, അതേപോലെ പഴത്തിനൊന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി കേട്ടോ. ഒരുപാട് എണ്ണയൊന്നും വേണ്ട. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതാ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് കളർന്ന് മാറി വരുന്ന സമയത്ത് ഇതുപോലെ പാനിന് കോരി മാറ്റി വയ്ക്കാം. അങ്ങനെ ഈ ഒരു രീതിയിൽ എല്ലാ പഴവും മൊത്തത്തിൽ വാട്ടി വെച്ചിട്ടുണ്ട്. അതവിടെ മാറ്റി വെക്കാം. ഇനി ഈ ഒരു സെയിം പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് നെയ്യും കൂടി ചേർത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 ടീസ്പൂൺ മതി, ഒരുപാടൊന്നും വേണ്ടേ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അണ്ടിപ്പരിപ്പാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് നുറുക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു മസാലയിൽ നിന്ന് കടിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ റോസ്റ്റായി വന്നതിന് ശേഷം ഇനി ഒരു 1/2 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് 1/4 കപ്പിൻ്റെ അടുത്തായിട്ട് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. എന്നിട്ട് എല്ലാം കൂടി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കുക, ഒന്ന് മിക്സാക്കി കൊടുക്കുക. ആ ഒരു സമയം കൊണ്ട് തേങ്ങയുടെ പച്ച ടേസ്റ്റ് മാറി കിട്ടും, നമ്മുടെ പഞ്ചസാര ഒന്നങ്ങ് മെൽട്ടായി കിട്ടും കേട്ടോ. അത്രയും മതി. ഒരുപാട് സമയത്ത് കുക്ക് ചെയ്ത് നമ്മുടെ തേങ്ങ ഭയങ്കരമായിട്ട് ക്രിസ്പി ഒന്നും ആവരുത് കേട്ടോ, അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ലേ പണ്ടത്തിന്. അങ്ങനെ ഇതെല്ലാം കൂടി മിക്സാക്കി എടുത്തതിന് ശേഷം ഒന്ന് നമ്മുടെ പണ്ടം, ഈ ഒരു മസാലയ്ക്ക് നമ്മൾ തേങ്ങാ പണ്ടം എന്നാണേ പറയുക, അതൊന്ന് സൈഡിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. അതിനുശേഷം 2 മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് മുട്ടയൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുമല്ലോ, നമ്മൾ ചിക്കി എടുക്കുമല്ലോ, അതുപോലെ ഒന്ന് ചെറുതായിട്ട് ചിക്കി എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ തേങ്ങയിലും കൂടിയിട്ട് നല്ലപോലെ ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ തേങ്ങാപ്പണ്ടം റെഡി ആയിട്ടുണ്ട്. അത് ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഫില്ലിങ്ങിന്. ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ ഇതാ ചെറിയൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ബൗളിലേക്ക് ഞാൻ 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര മതി കേട്ടോ, ഒരുപാടൊന്നും മധുരം വേണ്ടേ. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്, അതായത് ഒരു മുട്ടക്ക് 1 ടേബിൾ സ്പൂൺ എന്നുള്ള രീതിയിൽ. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഒന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഈ ഒരു ബാറ്റർ നമുക്ക് ഈ ഒരു പഴത്തിൻ്റെ മുകളിൽ ബ്രഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ റെഡിയാക്കിയാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഇതാ നമുക്ക് സ്നാക്ക് റെഡിയാക്കി തുടങ്ങാം. അപ്പോൾ ഇതുപോലൊരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നന്നായിട്ടൊന്ന് നെയ്യ് ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള പഴയില്ലേ, അത് ഇതുപോലൊന്ന് അടിഭാഗം കവറാകുന്ന രീതിയിൽ നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മുട്ടയുടെ മിക്സ് ഇല്ലേ, അത് ജസ്റ്റ് ഇതുപോലെ ഒരു ബ്രഷോ സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇതെന്തിനാ ഇങ്ങനെ ബ്രഷ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പഴത്തിൻ്റെ സൈഡിലോ മിഡിലൊക്കെ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് ഒട്ടിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ മൊത്തത്തിൽ ഇതുപോലെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പണ്ടയില്ല, അതായത് ഫില്ലിങ്, അത് അതിന് ഞാൻ ഇപ്പോൾ 2 ലെയറായിട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നേരെ പകുതിയായിട്ടാണ് ഈ ഒരു ലെയറിൽ വെക്കുന്നത്. നിങ്ങൾ ഒറ്റ ലെയറായി ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫില്ലിങ് മൊത്തത്തിൽ ഈ ഒരു സമയത്ത് തന്നെ വെക്കണേ. അങ്ങനെ അത് ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അധികം സൈഡിലോട്ടൊക്കെ ആയിട്ട് വെക്കണ്ട കേട്ടോ, മിഡിലായിട്ടൊക്കെ ആയിട്ട് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വീണ്ടും അടുത്ത ബാച്ചായിട്ട് പഴം നേരത്തെ വെച്ച പോലെ തന്നെ ഒന്ന് ലെവൽ ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ നേരത്തെ ചെയ്തിട്ടില്ലേ, ബ്രഷ് ചെയ്ത് കൊടുത്തല്ലോ ആ ഒരു മാവ്, അത് അതുപോലെ തന്നെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത് ഒട്ടിച്ച് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിൽ വീണ്ടും ഫില്ലിംഗ് ആണ് വെച്ച് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ 2 ലെയറായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ വെക്കുന്നത്. ഫില്ലിങ് ബാക്കി മൊത്തത്തിൽ ഈ ഒരു സമയത്ത് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും പഴം വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക കേട്ടോ, എല്ലാ സൈഡിലും പഴത്തുന്ന രീതിയിൽ. അപ്പോൾ ഞാനിങ്ങനെ ചെയ്തത് കൊണ്ട് തന്നെ ഞാൻ എടുത്തിട്ടുള്ള 4 വലിയ പഴമാണ് ഞാൻ എടുത്തിട്ടുണ്ടായത്. അതെനിക്ക് പാകമാണ് കേട്ടോ ഈ ഒരു പാൻ്റെ വലുപ്പത്തിനനുസരിച്ചിട്ട്. അങ്ങനെ ഇതാ മൊത്തത്തിൽ ലെവൽ ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് നമ്മളെ മാവ് ഒന്ന് എല്ലാ സൈഡിലേക്കായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഏതെങ്കിലും സൈഡിലൊക്കെ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗം എത്തുന്ന രീതിയിൽ ഒന്നങ്ങ് ബ്രഷ് ചെയ്ത് കൊടുക്കുക.
അങ്ങനെ മൊത്തത്തിൽ ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനിയിപ്പോൾ ഇതുപോലെ അടച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലാണേ വെക്കേണ്ടത്. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ്, ഒരു 8 മുതൽ 10 മിനിറ്റ് വരെയാണ് കേട്ടോ ടൈം എടുത്തിട്ടുള്ളൂ. കാരണം ഒരുപാട് കുക്കാവാനോ ഒന്നുമില്ല. ചെറുതായിട്ട് ആ ഒരു മുട്ടയുടെ മിക്സ് നമ്മൾ റെഡിയാക്കിയില്ല, അതൊന്ന് കുക്കായി കിട്ടണം, അത്രയല്ലേ വേണ്ടുള്ളൂ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയാവും. അപ്പോൾ ഒരു 10 മിനിറ്റ് ആകുമ്പം തന്നെ നിങ്ങൾ തുറന്ന് നോക്കുമ്പോൾ കണ്ടില്ലേ, മുകൾ ഭാഗമൊക്കെ നാറി സെറ്റായിട്ടുണ്ട്. അടിഭാഗം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേറൊരു പാനിൽ കുറച്ച് നെയ്യ് ബ്രഷ് ചെയ്തിട്ട് ഒന്ന് മുകൾ ഭാഗം ഒന്ന് മൊരിയാൻ വേണ്ടി ഒന്ന് വെച്ച് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് മാത്രം മതി കേട്ടോ. ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ അപ്പം റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ആദ്യം ഒന്ന് സൈഡൊക്കെ ഒന്ന് ഇതുപോലെ വിടിയിച്ചിട്ട് തിരിച്ചിട്ട് കൊടുത്താൽ മതിയേ. അങ്ങനെ ഇതാ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ തിരിച്ചിടുന്നതൊന്നും കാണിക്കണ്ടല്ലോ, എല്ലാവർക്കും അറിയുന്നുണ്ടല്ലോ, നമ്മൾ നോർമൽ പോളക്കൊക്കെ ചെയ്യുന്ന അതേ രീതി തന്നെ കേട്ടോ. അപ്പോൾ ഇതാ 2 സൈഡും ഇതുപോലെ മൊരിയിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ട്, കൂടുതൽ എണ്ണയും ഇല്ല, എന്നാൽ അത്യാവശ്യം ഹെൽത്തിയാണ്. പഞ്ചസാര ചേർക്കുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ലാതെ ഹെൽത്തി തന്നെ റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ കുട്ടികൾക്കൊക്കെ തനിയെ പഴം കഴിക്കാൻ ഇഷ്ടമില്ലാതെ ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ എന്താ പറയുക, ടിഫിനിൽ കൊടുക്കാനും പറ്റിയിട്ടുള്ള ഓപ്ഷനാണ്. വീട്ടിൽ ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പഴം കൊണ്ട് നമ്മൾ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാക്കുമല്ലോ, അപ്പോൾ അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനൊരു സ്നാക്ക് ഇതുവരെ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമാണെന്ന് തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്തെടുക്കാനും മറക്കല്ലേ. വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്